പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി അപമാനിച്ച് ബി.ജെ.പിയുടെ ബിധൂരി പ്രിയങ്ക ഗാന്ധിയുടെ കവിൾ പോലെയുള്ള റോഡുകൾ ഉണ്ടാക്കുമെന്നാണ് MLA കാൻഡിഡേറ്റ് ആയ ഡൽഹിയിലെ കൽക്കാജിയിൽ നിന്നും മത്സരിക്കുന്ന രമേശ് ബിധൂരി പറഞ്ഞിരിക്കുന്നത്. ഒരു പബ്ലിക് റാലിയിൽ വെച്ചാണ് ഈ പ്രസംഗം സംഭവിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ബി.ജെ.പിയിൽ പോലുമുള്ള കുറെ കൂടെ മോഡറേറ്റ് ആയിട്ടുള്ള കുറെ കൂടെ സിവിലായിട്ടുള്ള ആൾക്കാരടക്കം അതിനെതിരെ കോൺഗ്രസിലെ ബി.ജെ.പിയിലെ ആപ്പിലെ എല്ലാവരും അതിനെ വ്യാപകമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൻ്റെ റിമാർക്കിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് താൻ പറഞ്ഞതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് രമേശ് ബിധൂരി പറഞ്ഞത് ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഹേമമാലിനിയുടെ കവിള് പോലെ സ്മൂത്തായ റോഡുകൾ ഉണ്ടാക്കും, അതുപോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേര് തെറ്റ് ചെയ്താൽ ഒരാൾ മാത്രം എങ്ങനെ തെറ്റുകാരനാകും എന്ന് ഇദ്ദേഹം പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ എക്സാക്ട് കമന്റ് എന്ന് പറഞ്ഞാൽ കൽക്കാജിയിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിൾത്തടങ്ങൾ പോലെ സ്മൂത്ത് ആക്കും എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം പരാമർശങ്ങൾ പൊതുവെ രാഷ്ട്രീയത്തിൽ സ്ത്രീജനങ്ങളോടും സ്ത്രീകളോടും ബഹുമാനം കാണിക്കുന്നതാണ്. ഇനി ലാലു പ്രസാദ് യാദവ് അങ്ങനെ ഹേമമാലിനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്. രമേശ് ബിധൂരി പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്. പ്രത്യേകിച്ച് ശരീരഭാഗങ്ങളെയൊക്കെ പരാമർശിച്ച് അത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത് അതിന് അശ്ലീല ചുവയുണ്ട്, അത് വ്യംഗ്യമാണ്, അതിൽ സെക്ഷൽ ഇൻന്യൂൻഡോസ് വരാം. അതുകൊണ്ട് കഴിയുന്നത്ര അങ്ങനെ സ്ത്രീവിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തെ പരാമർശിക്കുന്ന സ്ത്രീ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ പരാമർശിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ഉപേക്ഷിക്കണം. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, കുറെ കൂടെ സാംസ്കാരിക ധാർമ്മിക വിഷയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ കാണും, ലാലു പ്രസാദ് തെറ്റുകാരനാണെന്ന് പറയും, RJD മോശമാണെന്ന് പറയും, BJP മോശമാണെന്ന് പറയും. അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. പക്ഷെ കഴിയുന്നത്ര നമ്മുടെ പൊതുജനങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്തരം പരാമർശങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഔന്നത്യത്തിന് ചേരുന്നതല്ല. പോസിറ്റീവായ ഒരാളെ കുറിച്ച് വിമർശിക്കാം അല്ലെങ്കിൽ പരാമർശിക്കാം, പക്ഷേ നെഗറ്റീവായി പറയുമ്പോൾ അതിന് ഒരു അന്തസ്സ് വേണം, അതിന് അതിൻ്റെതായൊരു റെസ്പെക്റ്റും ബഹുമാനവും വേണം. രമേശ് ബിധൂരിജിയുടെ വാക്കുകൾ തീർച്ചയായും മോശമായി പോയി. അദ്ദേഹത്തിനെതിരെ വ്യാപകമായ കണ്ടംനേഷൻ ഉണ്ട്. അതിനുശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ ഖേദപ്രകടനവും നടത്തി. തനിക്ക് തെറ്റുപറ്റി, ആർക്കെങ്കിലും അതിൽ വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യം അദ്ദേഹം ഡിഫെൻഡ് ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അപ്പോൾ ഹേമമാലിനിക്ക് വേണ്ടി അപ്പോളജൈസ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഹേമമാലിനിക്ക് അപ്പോളജൈസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ലാലു പ്രസാദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തന്നെ തെറ്റാണ്. അദ്ദേഹം പിന്നീട് ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ വന്നപ്പോൾ എൻ്റെ കമൻറ്റ് ഇനി ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമത്തിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ജനുവരി 5 സൺഡേയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ തീർച്ചയായും രാഷ്ട്രീയത്തിൻ്റെ ഔന്നത്യം കുറയ്ക്കുന്നതാണ്. അത് ഈ രാഷ്ട്രീയത്തെയും സംവാദങ്ങളെയൊക്കെ ചൂടുപിടിപ്പിക്കുമായിരിക്കാം, പക്ഷെ അത്തരത്തിലുള്ള ചൂടല്ല നമുക്ക് വേണ്ടത്. വ്യക്തി അധിഷ്ഠിതമായ അധിക്ഷേപങ്ങളല്ല, പക്ഷേ നയങ്ങളിൽ, നിലപാടുകളിൽ, പുതിയ സമീപനങ്ങളിലുള്ള തർക്കങ്ങളാണ് വേണ്ടത്. തീർച്ചയായും അത് അവോയ്ഡ് ചെയ്യപ്പെടേണ്ട ദൗർഭാഗ്യകരമായ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. പ്രിയങ്ക ഗാന്ധി അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് ഒരു കാരണവശാലും ശരിയായില്ല. ഇതിനോട് ആരും യോജിക്കുമെന്ന് തോന്നുന്നില്ല. BJPയോ കോൺഗ്രസോ ആപ്പോ CPMോ ആരും യോജിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി നേരെ മറിച്ച് ഹേമമാലിനി ആരെങ്കിലും അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ലാലു പ്രസാദെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടും ആരും യോജിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.